പടച്ചവനെ 12 മക്കളുള്ള അതാ ഉമ്മത്തിന്റെ കാര്യങ്ങൾ ചെയ്യണ്ട ഒരു പ്രവാചകന്റെ അടുക്കൽ 11ാമത്തെ ചെറിയ മകനുണ്ടല്ലോ. യാക്കൂബ് നബിയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, വാപ്പാ ഞാൻ ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ടു വാപ്പാ. ഒരു ചെറിയ മകന് വാപ്പയുടെ അടുക്കൽ വന്ന് പറയുകയാ, വാപ്പാ ഞാൻ ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ടു. സൂര്യനും ചന്ദ്രനും നക്ഷത്രമെല്ലാം എനിക്ക് സുജൂദ് ചെയ്യുന്നതായിട്ട് ഞാൻ അവിടെ നിന്ന് സ്വപ്നം കണ്ടു എന്ന് യാക്കൂബ് നബി അലൈഹിസ്സലാമിനോട് യൂസുഫ് എന്ന് പറയുന്ന മകൻ പറയുമ്പോ ഇവിടെ പഠിക്കേണ്ട ചില പാഠമുണ്ടോ. ഇന്നത്തെ വാപ്പമാര് പഠിക്കേണ്ട ഒരു ചരിത്രമുണ്ട്. ഇതാരോടാ പറയുന്നത്? ഒരു പ്രവാചകനോടാണ്. ഒരു ഉമ്മത്തിന്റെ വിഷയം മുഴുവനും അല്ലാഹു ചോദ്യം ചെയ്യുന്നത് പ്രവാചകനോടാണ്. പടച്ചവനെ ആ പ്രവാചകന് ഉമ്മത്തിന്റെ കാര്യം നോക്കണം, സ്വന്തം കാര്യം നോക്കണം. 10 മക്കളെ കുറിച്ച് അതാ മുകളിൽ 10 മക്കള്. ആ 10 മക്കളുടെയും കാര്യം അന്വേഷിക്കേണ്ട പ്രവാചകനാ. തന്റെ കുടുംബത്തിന്റെ കാര്യം അന്വേഷിക്കേണ്ട പ്രവാചകനാ. ആ പ്രവാചകനോടാണ് 11ാമത്തെ മകൻ വന്നിട്ട് ഉപ്പാനോട് പറയുന്ന, ഉപ്പാ ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു വാപ്പാ. 12 മക്കളുള്ള യാക്കൂബ് നബിയുടെ 11ാമത്തെ മകൻ യൂസുഫ് നബി അലൈഹിസ്സലാം ഉപ്പാന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഉപ്പാ ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു. ഇത് നമ്മൾ വളരെ നിസ്സാരമായി കാണേണ്ട ഒരു കാര്യമല്ല. ഇടും ആ വാപ്പയും മകനും തമ്മിലുള്ള ഒരു ബന്ധം നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ. ആ 11ാമത്തെ ചെറിയ മകൻ രാത്രിയിൽ കണ്ട സ്വപ്നം പോലും യാക്കൂബ് നബിയോട് പറയുമ്പോ ആ മകൻ പറയുന്ന ആ ഒരു സ്വപ്നം, എന്താ മോനെ നീ കണ്ട സ്വപ്നം? വളരെ ആകാംക്ഷയോടുകൂടി ആ പിതാവിരുന്നിട്ട് തൻ്റെ പൊന്നാര മകൻ പറയുന്ന ആ സ്വപ്നത്തെ കുറിച്ച് ആ കഥ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്.